വാരപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ അടുക്കള പച്ചക്കറി തോട്ടത്തിൽ സജീവ സാന്നിധ്യമായി കുട്ടി കർഷകർ. വെള്ളം കോരി നനച്ച് വളർത്തിയ പാകമായ പച്ചക്കറികൾ വിളവെടുക്കാനും കുട്ടികൾ തന്നെ ആവേശത്തോടെ മുൻനിരയിലുണ്ടായിരുന്നു. വിളവെടുപ്പ് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. വിത്തുനടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ സജീവ സാന്നിധ്യത്തോടെയാണ് സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തിയത്. പീച്ചിങ്ങ, പയർ, വെണ്ട, തക്കാളി, ഇഞ്ചി, മഞ്ഞൾ, കോവൽ, വാഴ, ഫലവൃക്ഷങ്ങൾ എന്നിവയാണ് വാരപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ വളപ്പിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. വെള്ളം കോരി നനച്ചു വളർത്തി പാകമായ പച്ചക്കറികൾ വിളവെടുക്കാനും കുട്ടികൾ തന്നെ ആവേശത്തോടെ മുന്നിലുണ്ടായിരുന്നു. എടുക്കുന്ന വിഷരഹിത പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്കൂളിൽ നടന്ന വിളവെടുപ്പ് മഹോത്സവം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രിയ സന്തോഷ് അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി, ബിൻസി ജോൺ, സുഭാഷ് EA, ബിനി തോമസ്, ബിജോ KK തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ ജൈവ കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് വാരപ്പെട്ടി സ്കൂളിൽ കൃഷി ആരംഭിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. ജൈവ കൃഷിയാണ് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത്. 10 മാസം കൊണ്ട് സ്കൂളുകളുള്ള സമയത്തെല്ലാം ഇവിടുത്തെ നമ്മുടെ കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവർ ഉച്ചക്കഞ്ഞിക്കായിട്ട് ഉപയോഗിച്ചു വരുന്നത്. വർഷങ്ങളായി ഇത് തന്നെ ഇവിടെ ചെയ്തു വരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഈ കാര്യത്തിൽ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ കൃഷി നടത്തിക്കൊണ്ടുവരുന്നത്. പഠനത്തിന്റെ ഭാഗമായി പച്ചക്കറി കൃഷിയുടെ ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയാണ് മുന്നോട്ട് പോയതെന്ന് സ്കൂൾ HM ബിജോ KK പറഞ്ഞു. 2 കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായി എല്ലാവർക്കും ഉറപ്പ് കൊടുക്കും. ഒന്നാമത്തെ കാര്യം ഏറ്റവും നല്ല പഠനം മക്കൾക്ക് കിട്ടണമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഏറ്റവും പോഷക സമൃദ്ധമായ ആഹാരം അവർക്ക് ലഭിക്കണം. നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം കൃഷിയെ അവർ വല്ലാണ്ട് സ്നേഹിക്കണം. ഇപ്പോൾ കൃഷി കുറഞ്ഞു വരുന്ന ഈ അവസ്ഥയിൽ കൃഷിയെ സ്നേഹിക്കണം, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. കൃഷിയുടെ വിളവെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. ഞങ്ങൾ കുട്ടികളും അധ്യാപകരും ചേച്ചിയും ചേട്ടനും കൂടിയാണ് ഈ കൃഷി നടത്തിയത്. ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഈ പച്ചക്കറി ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഒഴിവു സമയങ്ങളിൽ ഇതിനെ പരിപാലിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.